PSC EduTipsലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ പാർട്ട് 4 ആണ് ഇന്നത്തെ ക്ലാസ്. പാർട്ട് 3-ലൂടെ മുഗൾ സാമ്രാജ്യത്തിലെ രണ്ട് ഭരണാധികാരികളെക്കുറിച്ച്, അതായത് ബാബർ, ഹുമയൂൺ എന്നിവരെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തേത് പാർട്ട് 4 ആണ്. അക്ബർ, ജഹാംഗീർ എന്നിവരെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. PSC മുൻകാലത്ത് ചോദിച്ച ചോദ്യങ്ങൾ, SCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ എന്നിവയും ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനകരമായിരിക്കും. ക്ലാസിന്റെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബാബർ, ഹുമയൂൺ എന്നിവർക്ക് ശേഷം വന്ന മുഗൾ സാമ്രാജ്യ ഭരണാധികാരിയാണ് അക്ബർ. ബാബർ, ഹുമയൂൺ എന്നിവർക്ക് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അക്ബർ ഭരണകാലഘട്ടം AD 1556 മുതൽ 1605 വരെ. അക്ബർ ഭരണ കാലഘട്ടം 1556 മുതൽ 1605 വരെ. ഹുമയൂണിന്റെ മകനാണ് അക്ബർ. ഹുമയൂണിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബറിന്റെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നായിരുന്നു. അക്ബറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ജലാലുദ്ദീൻ. അക്ബറിന്റെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നായിരുന്നു. ഹുമയൂണിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അക്ബറിനെയാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അക്ബറിനെയാണ്. എന്നാൽ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ബാബർ. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെ അവസാനത്തെ ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറാണ്. ബാബറിനെയാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത്. എന്നാൽ മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അക്ബറിനെയാണ്. ഏറ്റവും പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. ഏറ്റവും പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ഏറ്റവും പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബറിനെയാണ്. ഷെഹൻഷാ എന്നറിയപ്പെട്ടിരുന്നത് അക്ബറാണ്. ഷെഹൻഷാ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. ഷെഹൻഷാ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ബാദുഷാ ഇ ഹിന്ദ് എന്നാൽ ഇന്ത്യയുടെ ചക്രവർത്തി എന്നർത്ഥം. ബാദുഷാ ഇ ഹിന്ദ് എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. ബാദുഷാ ഇ ഹിന്ദ്, ബാദുഷാ ഇ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ. ബാദുഷാ ഇ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അക്ബർ മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രായത്തിൽ അധികാരത്തിൽ വന്ന ചക്രവർത്തിയാണ്. അക്ബർ അധികാരത്തിൽ പ്രവേശിച്ചത് 13-ാം വയസ്സിലാണ്. അക്ബർ ചക്രവർത്തിയാകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 13-ാമത്തെ വയസ്സിൽ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഗൾ ഭരണാധികാരിയാകുന്നത് അക്ബറാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഗൾ ഭരണാധികാരിയായത് ആരാണ്? അക്ബർ. അക്ബറിന്റെ ആദ്യകാല ഗുരുവാണ് മുനീം ഖാൻ. അക്ബറിന്റെ ആദ്യകാല ഗുരു ആരാണ്? മുനീം ഖാൻ. അക്ബറിന്റെ ആദ്യകാല ഗുരുവാണ് മുനീം ഖാൻ. അക്ബറിന്റെ വഴികാട്ടിയും രക്ഷകർത്താവും എന്നറിയപ്പെടുന്നത് ബൈറാം ഖാൻ. അക്ബറിന്റെ വഴികാട്ടിയും രക്ഷകർത്താവും എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബൈറാം ഖാൻ. അക്ബറിന്റെ ആദ്യകാല ഗുരു ആരാണ്? മുനീം ഖാൻ. അക്ബറിന്റെ ആദ്യകാല ഗുരു മുനീം ഖാൻ. എന്നാൽ അക്ബറിന്റെ വഴികാട്ടിയും രക്ഷകർത്താവും എന്നറിയപ്പെടുന്നത് ബൈറാം ഖാൻ. അക്ബറിന്റെ വഴികാട്ടിയും രക്ഷകർത്താവും എന്നറിയപ്പെടുന്നത് ആരാണ്? ബൈറാം ഖാൻ. ഒരിക്കൽ കൂടി നോക്കാം. ഹുമയൂണിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഹുമയൂണിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഭരണകാലഘട്ടം
1556 മുതൽ 1605 വരെ. ജലാലുദ്ദീൻ എന്നായിരുന്നു അക്ബറിന്റെ യഥാർത്ഥ പേര്. അക്ബറിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ജലാലുദ്ദീൻ. മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അക്ബറാണ്. എന്നാൽ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ബാബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അക്ബറിനെയാണ്. ഏറ്റവും പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ. ഏറ്റവും പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബർ. ഷെഹൻഷാ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഷെഹൻഷാ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ബാദുഷാ ഇ ഹിന്ദ്, അതായത് ഇന്ത്യയുടെ ചക്രവർത്തി, ബാദുഷാ ഇ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ. ബാദുഷാ ഇ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ. എത്രാമത്തെ വയസ്സിൽ? 13ാമത്തെ വയസ്സിൽ. അക്ബർ അധികാരത്തിൽ പ്രവേശിക്കുന്നത് 13ാമത്തെ വയസ്സിലായിരുന്നു. അക്ബറിന്റെ ആദ്യകാല ഗുരുവാണ് മുനീം ഖാൻ. അക്ബറിന്റെ ആദ്യകാല ഗുരു ആരാണ്? മുനീം ഖാൻ. അക്ബറിന്റെ വഴികാട്ടിയും രക്ഷകർത്താവും എന്നറിയപ്പെടുന്നത് ബൈറാം ഖാൻ. അക്ബറിന്റെ വഴികാട്ടിയും രക്ഷകർത്താവും എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബൈറാം ഖാൻ. അക്ബർ ജനിച്ചത് 1542 അമർകോട്ടിൽ. അക്ബർ ജനിച്ചത് എവിടെയാണ്? അമർകോട്ടിൽ. 1542. അക്ബർ ജനിച്ചത് എവിടെ? അമർകോട്ട്. എവിടെയാണ്? അമർകോട്ട്. വർഷം 1542. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്നത് അക്ബറിനെയാണ്. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? അക്ബർ. ജസിയ എന്ന നികുതി സമ്പ്രദായം പിൻവലിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ജസിയ എന്നത് ഹിന്ദുക്കളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതിയാണ് ജസിയ നികുതി. ഹിന്ദുക്കളുടെ മേൽ ചുമത്തപ്പെട്ടിരുന്ന ജസിയ എന്ന നികുതി സമ്പ്രദായം പിൻവലിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി അക്ബർ. ജസിയ എന്ന നികുതി പിൻവലിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ. മുഗൾ ശില്പകലയ്ക്ക് തുടക്കം കുറിച്ച ചക്രവർത്തി ആരാണ്? അക്ബർ. മുഗൾ ചിത്രകലയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ്? അക്ബർ. വിധവ സ്വമേധയാ ആഗ്രഹിക്കാത്ത പക്ഷം സതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. സതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി എന്നല്ല, വിധവ സ്വമേധയാ ആഗ്രഹിച്ചാൽ വിധവയ്ക്ക് സതി അനുഷ്ഠിക്കാം. പക്ഷേ വിധവ സ്വമേധയാ ആഗ്രഹിച്ചില്ല എങ്കിൽ സതി അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിയമം കൊണ്ടുവന്ന മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. വിധവ സ്വമേധയാ ആഗ്രഹിക്കാത്ത പക്ഷം സതി നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? അക്ബർ. വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 14 ആൺകുട്ടികൾക്ക് 16 ആയി ഉയർത്തിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അതായത് ശൈശവ വിവാഹം നിർത്തലാക്കി. വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 14 ആൺകുട്ടികൾക്ക് 16 ആയി ഉയർത്തിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഇബാദത്ത് ഖാന എന്ന പേരിൽ പ്രാർത്ഥനാലയം നിർമ്മിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഇബാദത്ത് ഖാന എന്ന പേരിൽ പ്രാർത്ഥനാലയം പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. ഇബാദത്ത് ഖാന. എന്താണ്? ഇബാദത്ത് ഖാന എന്ന പേരിൽ പ്രാർത്ഥനാലയം പണി കഴിപ്പിച്ചത് ആരാണ്? അക്ബർ. ഇബാദത്ത് ഖാന ആരുടെ നിർമ്മിതിയാണ്? അക്ബറിന്റെ നിർമ്മിതി. ഇബാദത്ത് ഖാന അക്ബറിന്റെ നിർമ്മിതിയാണ്. പൊതുജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് അക്ബർ ആരംഭിച്ച സമ്പ്രദായം അറിയപ്പെടുന്ന പേര് ഛരോവ ദർശൻ. പൊതുജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് അക്ബർ ആരംഭിച്ച സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ഛരോവ ദർശൻ. ഛരോവ ദർശൻ എന്ന സമ്പ്രദായം ആരംഭിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. ഒരിക്കൽ കൂടെ നോക്കാം.
അക്ബർ ജനിച്ചത് അമർകോട്ട് 1542. അക്ബർ ജനിച്ചത് അമർകോട്ട് 1542. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബർ. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അക്ബർ. മുഗൾ ശില്പകലയ്ക്ക് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് അക്ബർ. മുഗൾ ശില്പകലയ്ക്ക് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ്? അക്ബർ. വിധവ സ്വമേധയാ ആഗ്രഹിക്കാത്ത പക്ഷം സതി അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ സതി നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? അക്ബർ. വിധവ സ്വമേധയാ ആഗ്രഹിക്കാത്ത പക്ഷം സതി നിർത്തലാക്കിയ ഭരണാധികാരിയാണ് അക്ബർ. വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 14 ആൺകുട്ടികൾക്ക് 16 ആയി ഉയർത്തിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 14 ആൺകുട്ടികൾക്ക് 16 ആയി ഉയർത്തിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. ഇബാദത്ത് ഖാന എന്ന പേരിൽ പ്രാർത്ഥനാലയം നിർമ്മിച്ച മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാലയം ഏതാണ്? ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന ആരുടെ നിർമ്മിതിയാണ്? അക്ബർ. പൊതുജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് അക്ബർ ആരംഭിച്ച സമ്പ്രദായം അറിയപ്പെടുന്ന പേര് ചരോവ ദർശൻ. പൊതുജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് അക്ബർ ആരംഭിച്ച സമ്പ്രദായം അറിയപ്പെടുന്ന പേര് ചരോവ ദർശൻ. അക്ബറിന്റെ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്ന പേര് മാൻസബ് ദാരി. അക്ബറിന്റെ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് മാൻസബ് ദാരി. അക്ബറിന്റെ സൈനിക സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു? മാൻസബ് ദാരി. ഇത് PSC യുടെ ഒരു മുൻകാല ചോദ്യമാണ്. AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്ന സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്ന സമയത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. മുഗൾ ഭരണം ഇന്ത്യയിൽ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? രണ്ടാം പാനിപ്പട്ട് യുദ്ധം. മുഗൾ ഭരണം ഇന്ത്യയിൽ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? രണ്ടാം പാനിപ്പട്ട് യുദ്ധം. മുഗൾ ഭരണത്തിന് കാരണമായ യുദ്ധം അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യ സ്ഥാപനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം. മുഗൾ സാമ്രാജ്യം സ്ഥാപിതമാകുന്നതിന് കാരണമായ യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം. എന്നാൽ മുഗൾ ഭരണം ഇന്ത്യയിൽ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? രണ്ടാം പാനിപ്പട്ട് യുദ്ധം. തമ്മിൽ തെറ്റിപ്പോകരുത്. മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഇവിടെ മുഗൾ ഭരണം ഇന്ത്യയിൽ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? രണ്ടാം പാനിപ്പട്ട് യുദ്ധം. വർഷം 1556. വർഷം ഏതാണ്? 1556. എന്നാൽ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1526. രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1556. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഹെമുവിനെ. അക്ബർ ആരെ പരാജയപ്പെടുത്തി? ഹെമു. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ഹെമുവിനെ. ഹെമുവിന്റെ യഥാർത്ഥ പേരെന്താണ്? ഹേമചന്ദ്ര ഭാർഗവ. ഹെമുവിന്റെ യഥാർത്ഥ പേര് ഹേമചന്ദ്ര ഭാർഗവ. അവസാനത്തെ സൂർ രാജാവായ ആദിൽ ഷായുടെ മന്ത്രിയായിരുന്നു ഹെമു. അവസാന സൂർ രാജാവ് ആരാണ്? ആദിൽ ഷാ. അവസാന സൂർ രാജാവായ ആദിൽ ഷായുടെ മന്ത്രിയാണ് ഹെമു അഥവാ ഹേമചന്ദ്ര ഭാർഗവ. അപ്പോ മുഗൾ ഭരണം ഇന്ത്യയിൽ സുസ്ഥിരമാക്കിയ യുദ്ധമാണ് 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം. 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ഹെമുവിനെ അഥവാ ഹേമചന്ദ്ര ഭാർഗവയെ. ആരാണ് ഹെമു? അവസാനത്തെ സൂർ രാജാവായ ആദിൽ ഷായുടെ മന്ത്രിയാണ് ഹെമു. അവസാനത്തെ സൂർ രാജാവായ ആദിൽ ഷായുടെ മന്ത്രിയാണ് ഹെമു. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ചത് ആരാണ്? ബൈറാം ഖാൻ. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ
അക്ബറിനെ സഹായിച്ചത് ആരാണ്? ബൈറാം ഖാൻ. 1576 ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ രജപുത്ര രാജാവാണ് മഹാറാണ പ്രതാപ്. ആരാണ്? മഹാറാണ പ്രതാപ്. ഹാൽഡിഘട്ട് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1576. ഹാൽഡിഘട്ട് യുദ്ധം നടന്ന വർഷം 1576. 1576 ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ രജപുത്ര രാജാവ് ആരാണ്? മഹാറാണ പ്രതാപ്. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച രജപുത്ര സൈന്യാധിപനാണ് മാൻസിംഗ്. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച രജപുത്ര സൈന്യാധിപൻ ആരാണ്? മാൻസിംഗ്. ഒരിക്കൽ കൂടെ നോക്കാം. അക്ബറിന്റെ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്ന പേര് മാൻസബ്ദാരി സമ്പ്രദായം. അക്ബറിന്റെ സൈനിക സമ്പ്രദായം അറിയപ്പെടുന്ന പേരെന്താണ്? മാൻസബ്ദാരി സമ്പ്രദായം. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്ന സമയത്ത്, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് മുഗൾ ഭരണാധികാരിയായിരുന്നത് അക്ബർ ആയിരുന്നു. AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യയിലെ ചക്രവർത്തി ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. മുഗൾ ഭരണം ഇന്ത്യയിൽ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം. മുഗൾ ഭരണം ഇന്ത്യയിൽ സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ്? 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഹെമു. അക്ബർ പരാജയപ്പെടുത്തിയത് ആരെ? ഹെമുവിനെ. ഹെമുവിന്റെ യഥാർത്ഥ പേര് ഹേമചന്ദ്ര ഭാർഗവ. ഹെമുവിന്റെ യഥാർത്ഥ പേരെന്താണ്? ഹേമചന്ദ്ര ഭാർഗവ. സൂർ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായ ആദിൽ ഷായുടെ മന്ത്രിയായിരുന്നു ഹെമു. സൂർ രാജവംശത്തിലെ അവസാനത്തെ രാജാവായ ആദിൽ ഷായുടെ മന്ത്രിയായിരുന്നു ഹെമു. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ചതാരാണ്? ബൈറാം ഖാൻ. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ചത് ബൈറാം ഖാൻ. 1576 ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ രജപുത്ര രാജാവാണ് മഹാറാണ പ്രതാപ്. 1576 ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയതാരെ? മഹാറാണ പ്രതാപ്. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച രജപുത്ര സൈന്യാധിപനാണ് മാൻസിംഗ്. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച രജപുത്ര സൈന്യാധിപൻ ആരാണ്? മാൻസിംഗ്. അക്ബറിന്റെ ആത്മീയ ആചാര്യനാണ് സലിം ചിസ്തി. അക്ബറിന്റെ ആത്മീയ ആചാര്യൻ ആരാണ്? സലിം ചിസ്തി. അക്ബറിന്റെ ആത്മീയ ആചാര്യൻ സലിം ചിസ്തി. അക്ബറിന്റെ പ്രശസ്തനായ റവന്യൂ മന്ത്രിയാണ് രാജ തോഡർമാൽ. അക്ബറിന്റെ പ്രശസ്തനായ റവന്യൂ മന്ത്രി രാജ തോഡർമാൽ. അക്ബറിന്റെ പ്രശസ്തനായ റവന്യൂ മന്ത്രി ആരാണ്? രാജ തോഡർമാൽ. അക്ബറിന്റെ പ്രശസ്തനായ സൈനിക തലവനാരാണ്? രാജ മാൻസിംഗ്. ആരാണ്? രാജ മാൻസിംഗ്. അക്ബറിന്റെ പ്രശസ്തനായ സൈനിക തലവനാണ് രാജ മാൻസിംഗ്. അക്ബറിന്റെ ആത്മീയ ആചാര്യൻ സലിം ചിസ്തി. അക്ബറിന്റെ പ്രശസ്തനായ റവന്യൂ മന്ത്രി രാജ തോഡർമാൽ. അക്ബറിന്റെ പ്രശസ്തനായ സൈനിക തലവൻ ആരാണ്? രാജ മാൻസിംഗ്. അക്ബറിന്റെ സദസ്സിലെ പ്രശസ്തരായ കവികളാണ് അബുൾ ഫസൽ, അബുൾ ഫൈസി. ആരൊക്കെയാണ്? അബുൾ ഫസൽ, അബുൾ ഫൈസി. അക്ബറിന്റെ സദസ്സിലെ പ്രശസ്തരായ രണ്ട് കവികളാണ് അബുൾ ഫസൽ, അബുൾ ഫൈസി. മഹാഭാരതവും ലീലാവതിയും. ഇതൊക്കെ മഹാഭാരതവും ലീലാവതിയും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അബുൾ ഫൈസി. മഹാഭാരതവും ലീലാവതിയും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അബുൾ ഫൈസി. മഹാഭാരതവും ലീലാവതിയും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അബുൾ ഫൈസി. ആരാണ്? അബുൾ ഫൈസി. എന്നാൽ ബൈബിൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അബുൾ
ഫാസൽ. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ബൈബിൾ എന്ന വാക്കിലെ അവസാനത്തേത് ചില്ലക്ഷരമാണ്. അതുപോലെ അബുൾ ഫാസൽ, ഫാസലിന്റെയും അവസാനം ചില്ലക്ഷരമാണ്. അപ്പൊ നമുക്ക് മറന്നു പോകാതെ ഓർത്തിരിക്കാം. ബൈബിൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അബുൾ ഫാസൽ. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അക്ബർ നാമ രചിച്ചത് ആരാണ്? അബുൾ ഫാസൽ. അക്ബർ നാമ രചിച്ചത് ആരാണ്? അബുൾ ഫാസൽ. അബുൾ ഫാസലിന്റെ പ്രശസ്തമായ 2 കൃതികളാണ് അക്ബർ നാമ, ഐനി അക്ബറി. ഏതൊക്കെയാണ്? അക്ബർ നാമ, ഐനി അക്ബറി. അക്ബർ നാമ, ഐനി അക്ബറി എന്നിവ രചിച്ചത് അബുൾ ഫാസൽ. ഇതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അക്ബർ നാമ രചിച്ചത് ആരാണ്? അബുൾ ഫാസൽ. എന്നാൽ രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ബദൗനി. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ബദൗനി. മഹാഭാരതവും ലീലാവതിയും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അബുൾ ഫൈസി. ബൈബിൾ അവസാനത്തെ അക്ഷരം ഇള്ളാണ്, ചില്ലക്ഷരം. ബൈബിൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അബുൾ ഫാസൽ. ഫാസലിന്റെ അവസാനവും ചില്ലക്ഷരം. ബൈബിൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അബുൾ ഫാസൽ. അക്ബർ നാമ, ഐനി അക്ബറി എന്നിവ രചിച്ചത് അബുൾ ഫാസൽ. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ബദൗനി. ബദൗനി. ഒരിക്കൽ കൂടെ നോക്കാം. അക്ബറിന്റെ ആത്മീയ ആചാര്യൻ സലിം ചിസ്തി. അക്ബറിന്റെ ആത്മീയാചാര്യൻ സലിം ചിസ്തി. അക്ബറിന്റെ പ്രശസ്തനായ റവന്യൂ മന്ത്രിയാണ് രാജ തോഡർമാൽ. പ്രശസ്തനായ റവന്യൂ മന്ത്രി ആരാണ്? രാജ തോഡർമാൽ. അക്ബറിന്റെ പ്രശസ്തനായ സൈനിക തലവൻ ആരാണ്? രാജ മാൻസിംഗ്. അക്ബറിന്റെ പ്രശസ്തനായ സൈനിക തലവനാണ് രാജ മാൻസിംഗ്. അക്ബറിന്റെ സദസ്സിലെ പ്രസിദ്ധരായ കവികളാണ് അബുൾ ഫാസൽ, അബുൾ ഫൈസി. മഹാഭാരതവും ലീലാവതിയും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അബുൾ ഫൈസി. ബൈബിൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അബുൾ ഫാസൽ. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ബദൗനി. അക്ബർ നാമ, ഐനി അക്ബറി എന്നിവ രചിച്ചത് ആരാണ്? അബുൾ ഫാസൽ. അക്ബർ നാമ, ഐനി അക്ബറി എന്നിവ രചിച്ചത് അബുൾ ഫാസൽ. അക്ബറിന്റെ ഭരണകാലത്ത് മഹാഭാരത കഥ രാസ്നാമ എന്ന പേരിൽ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. ആരാണ്? ദസ്വന്ത്. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരാണ്? ദസ്വന്ത്. ഏത് പേരിൽ? രാസ്നാമ എന്ന പേരിൽ. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. രാസ്നാമ ദസ്വന്ത്. രാസ്നാമ ദസ്വന്ത്. അപ്പൊ രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. ഇനിയുള്ള കാര്യം 1-2 കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അക്ബറിന്റെ സദസ്സിലെ ഹിന്ദി കവികൾ ആരൊക്കെയാണ്? സൂർദാസ്, തുളസീദാസ്. അക്ബറിന്റെ സദസ്സിലെ ഹിന്ദി കവികൾ ആരൊക്കെയാണ്? സൂർദാസ്, തുളസീദാസ്. അക്ബറിന്റെ സദസ്സിലെ വിദൂഷകൻ ആരാണ്? ബീർബൽ. ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ്. ബീർബലിന്റെ യഥാർത്ഥ പേരെന്താണ്? മഹേഷ് ദാസ്. മഹേഷ് ദാസ്. അക്ബറിന്റെ സദസ്സിലെ സംഗീതജ്ഞൻ ആരാണ്? താൻസൻ. ആരാണ്? താൻസൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും PSCയുടെ മുൻകാല ചോദ്യങ്ങളാണ്. അക്ബറിന്റെ സദസ്സിലെ സംഗീതജ്ഞൻ ആരാണ്? താൻസൻ. താൻസൻ യഥാർത്ഥ പേര് രാമ താണു പാണ്ഡെ. താൻസൻ യഥാർത്ഥ പേരെന്താണ്? രാമ താണു പാണ്ഡെ. താൻസന്റെ യഥാർത്ഥ പേര് രാമ താണു പാണ്ഡെ. അക്ബറിന്റെ ഭരണകാലത്ത് ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്ന രാജകീയ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കാർഖാന. എന്താണ്? കാർഖാന. അക്ബറിന്റെ ഭരണകാലത്ത് ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്ന രാജകീയ സ്ഥാപനങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കാർഖാന. എന്താണ്? കാർഖാന.
അക്ബറിന്റെ റവന്യൂ വിഭാഗ മേധാവി അല്ലെങ്കിൽ ധനകാര്യ വിഭാഗ മേധാവി ആരാണ്? വസീർ. ആരാണ്? വസീർ. അക്ബറിന്റെ റവന്യൂ വിഭാഗ മേധാവി അല്ലെങ്കിൽ ധനകാര്യ വിഭാഗ മേധാവി ആരാണ്? വസീർ. അക്ബറിന്റെ സൈനിക വിഭാഗ തലവൻ ആരാണ്? മീർ ബക്ഷി. ആരാണ്? മീർ ബക്ഷി. അക്ബറിന്റെ സൈനിക വിഭാഗ തലവൻ ആരാണ്? മീർ ബക്ഷി. മതകാര്യങ്ങളുടെ തലവനായ ഉദ്യോഗസ്ഥൻ ആരാണ്? സദർ ഉസ് സുദർ. മതകാര്യങ്ങളുടെ തലവനായ ഉദ്യോഗസ്ഥൻ സദർ ഉസ് സുദർ. ഒരിക്കൽ കൂടെ നോക്കാം. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. അക്ബറിന്റെ സദസ്സിലെ 2 ഹിന്ദി കവികളാണ് സൂർദാസ്, തുളസീദാസ്. അക്ബറിന്റെ സദസ്സിലെ വിദൂഷകൻ ആരാണ്? ബീർബൽ. ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ്. ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ്. അടുത്തത് ഒരു PSC മുൻകാല ചോദ്യം. അക്ബറിന്റെ സദസ്സിലെ സംഗീതജ്ഞൻ ആരാണ്? താൻസൻ. താൻസൻ യഥാർത്ഥ പേര് രാമ താണു പാണ്ഡെ. താൻസൻ യഥാർത്ഥ പേര് രാമ താണു പാണ്ഡെ. അക്ബറിന്റെ ഭരണകാലത്ത് ചിത്രരചന മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്ന രാജകീയ സ്ഥാപനം അറിയപ്പെടുന്ന പേര് കാർഖാന. എന്താണ്? കാർഖാന. അക്ബറിന്റെ റവന്യൂ വിഭാഗ മേധാവി അഥവാ ധനകാര്യ വിഭാഗ മേധാവി ആരാണ്? വസീർ. അക്ബറിന്റെ ധനകാര്യ വിഭാഗ മേധാവി അല്ലെങ്കിൽ റവന്യൂ വിഭാഗ മേധാവി ആരാണ്? വസീർ. ആരാണ്? വസീർ. അക്ബറിന്റെ സൈനിക വിഭാഗ തലവൻ മീർ ബക്ഷി. അക്ബറിന്റെ സൈനിക വിഭാഗ തലവൻ മീർ ബക്ഷി. മതകാര്യങ്ങളുടെ തലവനായ ഉദ്യോഗസ്ഥൻ സദർ ഉസ് സുദർ. മതകാര്യങ്ങളുടെ തലവനായ ഉദ്യോഗസ്ഥൻ സദർ ഉസ് സുദർ. അക്ബറിന്റെ നിർമ്മിതികൾ. അക്ബറിന്റെ നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുന്ന ഒരു കോഡുണ്ട്. അക്ബറിന്റെ BP ഫെയിലാണ്. എന്താണ് കോഡ്? അക്ബറിന്റെ BP ഫെയിലാണ്. അക്ബറിന്റെ എന്ന വാക്ക് കേൾക്കുമ്പോൾ അക്ബറിന്റെ നിർമ്മിതികളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അക്ബറിന്റെ BP ഫെയിലാണ്. ഇന്ന് നോക്കാം. B ബുലന്ദ് ദർവാസ, P പഞ്ച് മഹൽ, F ഫത്തേപൂർ സിക്രി, A ആഗ്ര കോട്ട, അലഹബാദ് കോട്ട, I ഇബാദത്ത് ഖാന, L ലാഹോർ കോട്ട. ഏതൊക്കെയാണ് അക്ബറിന്റെ നിർമ്മിതികൾ? ബുലന്ദ് ദർവാസ, പഞ്ച് മഹൽ, ഫത്തേപൂർ സിക്രി, ആഗ്ര കോട്ട, അലഹബാദ് കോട്ട, ഇബാദത്ത് ഖാന, ലാഹോർ കോട്ട. ഓർത്തിരിക്കേണ്ട കോഡ് എന്താണ്? അക്ബറിന്റെ BP ഫെയിലാണ്. BPയും ഫെയിലും ക്യാപിറ്റൽ ലെറ്റർ ആണ്. B ബുലന്ദ് ദർവാസ, P പഞ്ച് മഹൽ, F ഫത്തേപൂർ സിക്രി, A ആഗ്ര കോട്ട, അലഹബാദ് കോട്ട, I ഇബാദത്ത് ഖാന, L ലാഹോർ കോട്ട. ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി എന്ന ഉറുദു പദത്തിന്റെ അർത്ഥം വിജയത്തിന്റെ നഗരം. ഫത്തേപൂർ സിക്രി എന്ന ഉറുദു പദത്തിന്റെ അർത്ഥം എന്താണ്? വിജയത്തിന്റെ നഗരം. ഫത്തേപൂർ സിക്രിയുടെ ആദ്യകാല പേര് വിജയ്പൂർ സിക്കാരി. ഫത്തേപൂർ സിക്രിയുടെ ആദ്യകാല പേര് വിജയ്പൂർ സിക്കാരി. ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി എന്ന ഉറുദു പദത്തിന്റെ അർത്ഥം എന്താണ്? വിജയത്തിന്റെ നഗരം. ഫത്തേപൂർ സിക്രി എന്ന ഉറുദു പദത്തിന്റെ അർത്ഥം വിജയത്തിന്റെ നഗരം. ഫത്തേപൂർ സിക്രിയുടെ ആദ്യകാല പേര് വിജയ്പൂർ സിക്കാരി. ഫത്തേപൂർ സിക്രിയുടെ ആദ്യകാല പേര് വിജയ്പൂർ സിക്കാരി. ഫത്തേപൂർ സിക്രിയുടെ കവാടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ കവാടം അറിയപ്പെടുന്ന പേര് ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നതും ബുലന്ദ് ദർവാസയാണ്. ഇന്ത്യയിലെ
ഏറ്റവും വലിയ പ്രവേശന കവാടം ഏതാണ്? ബൂലൻ ദർവാസ. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. വർഷം 1582. അക്ബർ സ്ഥാപിച്ച മതം ഏതാണ്? ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. വർഷം 1582. അലഹബാദ് നഗരം പണികഴിപ്പിച്ചത് ആരാണ്? അക്ബർ. അലഹബാദ് നഗരം പണികഴിപ്പിച്ചത് ആരാണ്? അക്ബർ. അലഹബാദ് കോട്ട വെച്ചിട്ട് ഓർക്കാം. അലഹബാദ് നഗരം പണികഴിപ്പിച്ചത് ആരാണ്? അക്ബർ. അക്ബറിന്റെ ശവകുടീരം എവിടെയാണ്? സിക്കന്ദ്ര. അക്ബറിന്റെ ശവകുടീരം എവിടെയാണ്? സിക്കന്ദ്ര. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന അടുത്ത മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന അടുത്ത മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ഭരണ കാലഘട്ടം 1605 മുതൽ 1627 വരെ. ജഹാംഗീർ എന്ന വാക്കിനർത്ഥം വിശ്വവിജയി എന്നാണ്. ജഹാംഗീർ എന്ന വാക്കിനർത്ഥം വിശ്വവിജയി. ജഹാംഗീർ എന്ന വാക്കിനർത്ഥം വിശ്വവിജയി. ജഹാംഗീറിന്റെ ആദ്യകാല പേര് സലിം എന്നായിരുന്നു. ജഹാംഗീറിന്റെ ആദ്യകാല പേര് സലിം എന്നായിരുന്നു. സലീം രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ജഹാംഗീറിനെയാണ്. ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് നൂറുദ്ദീൻ മുഹമ്മദ്. ജഹാംഗീറിന്റെ യഥാർത്ഥ പേരെന്താണ്? നൂറുദ്ദീൻ മുഹമ്മദ്. ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് നൂറുദ്ദീൻ മുഹമ്മദ്. ഭരണകാര്യങ്ങളിൽ ജഹാംഗീറിനെ സഹായിച്ചിരുന്നത് ഭാര്യയായ നൂർജഹാൻ ആയിരുന്നു. ഭരണകാര്യങ്ങളിൽ ജഹാംഗീറിനെ സഹായിച്ചിരുന്നത് ഭാര്യയായ നൂർജഹാൻ. നൂർജഹാന്റെ യഥാർത്ഥ പേര് മെഹ്റുന്നീസ. നൂർജഹാന്റെ യഥാർത്ഥ പേരെന്താണ്? മെഹ്റുന്നീസ. നൂർജഹാന്റെ യഥാർത്ഥ പേര് മെഹ്റുന്നീസ. നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ വെളിച്ചം. നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ വെളിച്ചം. നൂർജഹാൻ യഥാർത്ഥ പേര് മെഹ്റുന്നീസ. നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ വെളിച്ചം. ആദ്യമായിട്ട് ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിയായിരുന്നു ബാബർ. ബാബറിന് ശേഷം ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ. ബാബറിന് ശേഷം ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ ആത്മകഥ തുസുഖ് ഇ ജഹാംഗീറി. തുസുഖ് ഇ ജഹാംഗീറി. എന്താണ്? തുസുഖ് ഇ ജഹാംഗീറി. ബാബറിന്റെ ആത്മകഥ എന്തായിരുന്നു? തുസുഖ് ഇ ബാബറി. ബാബറിന്റെ ആത്മകഥ എന്തായിരുന്നു? തുസുഖ് ഇ ബാബറി. ജഹാംഗീറിന്റെ ആത്മകഥ തുസുഖ് ഇ ജഹാംഗീറി. തുസുഖ് ഇ ജഹാംഗീറി എഴുതപ്പെട്ട ഭാഷ പേർഷ്യൻ. തുസുഖ് ഇ ജഹാംഗീറി പേർഷ്യൻ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ ബാബറിന്റെ ആത്മകഥയായ തുസുഖ് ഇ ബാബറി തുർക്കി ഭാഷയിലാണ് എഴുതപ്പെട്ടത്. അത് പിന്നീട് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയായിരുന്നു. ജഹാംഗീർ വധിച്ച 5ാമത്തെ സിഖ് ഗുരുവാണ് അർജുൻ ദേവ്. 5ാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ചത് ആരാണ്? ജഹാംഗീർ. 5ാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ചത് ജഹാംഗീർ. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ജഹാംഗീർ ആരംഭിച്ച സംവിധാനം അറിയപ്പെടുന്ന പേര് നീതി ചങ്ങല. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് ജഹാംഗീർ ആരംഭിച്ച സംവിധാനമാണ് നീതി ചങ്ങല. ചിത്രകാരനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ജഹാംഗീർ. ചിത്രകാരനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ജഹാംഗീർ. PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ് അടുത്തത്. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏത് മുഗൾ ഭരണാധികാരിയുടെ കാലത്തായിരുന്നു? ആരുടെ? ജഹാംഗീറിന്റെ. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ആരുടെ ഭരണകാലത്ത്? ആരുടെ ഭരണകാലത്ത്? ജഹാംഗീറിന്റെ ഭരണകാലത്ത്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും സൂററ്റിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുവാദം നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ഇന്ത്യയിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുവാദം നൽകിയ
മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ഒരിക്കൽ കൂടെ നോക്കാം. അക്ബറിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ജഹാംഗീർ എന്ന വാക്കിനർത്ഥം വിശ്വവിജയി. ജഹാംഗീർ എന്ന വാക്കിനർത്ഥം വിശ്വവിജയി. ജഹാംഗീറിന്റെ ബാല്യകാല പേര് സലിം എന്നായിരുന്നു. ജഹാംഗീറിന്റെ ബാല്യകാല പേര് സലിം എന്നായിരുന്നു. ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് നൂറുദ്ദീൻ മുഹമ്മദ്. ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് നൂറുദ്ദീൻ മുഹമ്മദ്. അക്ബർ ഷേഖ് ബാബ എന്ന് വിളിച്ചിരുന്നത് ജഹാംഗീറിനെയാണ്. അക്ബർ ഷേഖ് ബാബ എന്ന് വിളിച്ചിരുന്നു. ഭരണകാര്യങ്ങളിൽ ജഹാംഗീറിനെ സഹായിച്ചിരുന്നത് ഭാര്യയായ നൂർജഹാൻ ആണ്. ഭരണകാര്യങ്ങളിൽ ജഹാംഗീറിനെ സഹായിച്ചിരുന്നത് ഭാര്യയായ നൂർജഹാൻ. നൂർജഹാന്റെ യഥാർത്ഥ പേര് മെഹ്റുന്നീസ. നൂർജഹാന്റെ യഥാർത്ഥ പേരെന്താണ്? മെഹ്റുന്നീസ. നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ വെളിച്ചം. നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ വെളിച്ചം. ജഹാംഗീറിന്റെ ആത്മകഥയാണ് തുസുഖ്-ഇ ജഹാംഗീറി. ജഹാംഗീറിന്റെ ആത്മകഥയായ തുസുഖ്-ഇ ജഹാംഗീറി എഴുതപ്പെട്ടിരുന്ന ഭാഷ ഏതാണ്? പേർഷ്യൻ. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ചത് ആരാണ്? ജഹാംഗീർ. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ചത് ജഹാംഗീർ. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനം അറിയപ്പെടുന്ന പേര് നീതി ചങ്ങല. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനം അറിയപ്പെടുന്ന പേര് നീതി ചങ്ങല. ചിത്രകാരനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ജഹാംഗീർ. ചിത്രകാരനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ജഹാംഗീർ. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏത് മുഗൾ ഭരണാധികാരിയുടെ കാലത്താണ്? ആരുടെ? ജഹാംഗീറിന്റെ. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ആരുടെ കാലത്താണ്? ജഹാംഗീർ. ഇന്ത്യയിൽ, അതായത് സൂററ്റിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുവാദം നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ഇന്ത്യയിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുവാദം നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നിവർ. ആരൊക്കെ? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നിവർ. ജഹാംഗീറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഇംഗ്ലീഷുകാർ അഥവാ ബ്രിട്ടീഷുകാരാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, തോമസ് റോ എന്നിവർ. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് 1608-ലും തോമസ് റോ 1615-ലുമാണ് ഇന്ത്യ സന്ദർശിച്ചത്, അല്ലെങ്കിൽ ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ എത്തിയത്. വില്യം ഹോക്കിൻസ് ഏത് വർഷത്തിൽ? 1608. തോമസ് റോ 1615. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെയും തോമസ് റോയെയും അംബാസഡർമാരായി ഇന്ത്യയിലേക്ക് അയച്ചത് ജെയിംസ് ഒന്നാമനാണ്. ആരാണ്? ജെയിംസ് ഒന്നാമൻ. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെയും തോമസ് റോയെയും അംബാസഡർമാരായി ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ജെയിംസ് ഒന്നാമൻ. ആരാണ്? ജെയിംസ് ഒന്നാമൻ. ഇതില് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആരുടെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരുടെ? ജഹാംഗീറിന്റെ. കച്ചവട ആവശ്യത്തിനായി ജഹാംഗീറിനെ ആദ്യം സന്ദർശിച്ചത് വില്യം ഹോക്കിൻസ് ആണ്. വർഷം കാണുമ്പോൾ മനസ്സിലാകും. കച്ചവട ആവശ്യത്തിനായി ജഹാംഗീറിനെ ആദ്യം സന്ദർശിച്ചത് ആരാണ്? വില്യം ഹോക്കിൻസ്. കച്ചവട ആവശ്യത്തിന് വേണ്ടി ജഹാംഗീറിനെ ആദ്യം സന്ദർശിച്ചത് വില്യം ഹോക്കിൻസ്. ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയ ഇംഗ്ലീഷുകാരൻ ആരാണ്? തോമസ് റോ. ആരാണ്? തോമസ് റോ. ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? തോമസ് റോ. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്രശസ്തമായ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ആരാണ്? പ്രശസ്തമായ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ആരാണ്?
2015 ഫീമെയിൽ വാർഡന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. തികച്ചും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. കാരണം കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ജഹാംഗീർ. കാശ്മീരിലെ അല്ലെങ്കിൽ ശ്രീനഗറിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ജഹാംഗീർ. എന്നാൽ ലാഹോറിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ഷാജഹാൻ. ലാഹോറിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ആരാണ്? ഷാജഹാൻ. പക്ഷേ PSCയുടെ ചോദ്യത്തില് കാശ്മീരിലെ എന്നോ ലാഹോറിലെ എന്നോ ഇല്ലായിരുന്നു. പ്രശസ്തമായ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ആര് എന്ന് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ഓപ്ഷനിൽ ജഹാംഗീർ, ഷാജഹാൻ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷേ PSCയുടെ ആൻസർ ജഹാംഗീർ എന്നായിരുന്നു. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ആരാണ്? ജഹാംഗീർ. എന്നാൽ ലാഹോറിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ഷാജഹാൻ. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം, പഞ്ചാബിലെ പിഞ്ചോ പൂന്തോട്ടം, ലാഹോറിലെ നിഷാന്ത് ബാഗ് പൂന്തോട്ടം എന്നിവ നിർമ്മിച്ചത് ജഹാംഗീർ. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം, പഞ്ചാബിലെ പിഞ്ചോ പൂന്തോട്ടം, ലാഹോറിലെ നിഷാന്ത് ബാഗ് എന്നിവ പണികഴിപ്പിച്ചത് ആരാണ്? ജഹാംഗീർ. ഡൽഹിയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ആരാണ്? ജഹാംഗീർ. ഡൽഹിയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ജഹാംഗീർ. എന്നാൽ ആഗ്രയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ഷാജഹാൻ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഡൽഹിയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ജഹാംഗീർ. ഡൽഹിയിൽ ജഹാംഗീർ. ആഗ്രയിൽ ഷാജഹാൻ. ആഗ്രയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ആരാണ്? ഷാജഹാൻ. ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോർ. ഒരിക്കൽ കൂടെ നോക്കാം. ജഹാംഗീറിന്റെ കൊട്ടാരം സന്ദർശിച്ച ഇംഗ്ലീഷുകാർ ആരൊക്കെയാണ്? വില്യം ഹോക്കിൻസ്, തോമസ് റോ. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, തോമസ് റോ. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് 1608 തോമസ് റോ 1615 ഇന്ത്യ സന്ദർശിച്ചത്. ജെയിംസ് ഒന്നാമന്റെ അംബാസഡർമാരായിട്ടാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസും തോമസ് റോയും ഇന്ത്യ സന്ദർശിക്കുന്നത്, അല്ലെങ്കിൽ ജഹാംഗീറിന്റെ കൊട്ടാരം സന്ദർശിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആരുടെ കാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? ആരുടെ കാലത്ത്? ജഹാംഗീറിന്റെ കാലത്ത്. കച്ചവട ആവശ്യത്തിനായി ജഹാംഗീറിനെ ആദ്യം സന്ദർശിച്ചത് വില്യം ഹോക്കിൻസ് ആയിരുന്നു. കച്ചവട ആവശ്യത്തിനായി ജഹാംഗീറിനെ ആദ്യം സന്ദർശിച്ചത് വില്യം ഹോക്കിൻസ്. ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയത് ആരാണ്? തോമസ് റോ. ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയത് തോമസ് റോ. PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. പ്രശസ്തമായ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ആരാണ്? PSCയുടെ ഉത്തരം പ്രകാരം ജഹാംഗീർ ആയിരുന്നു. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ജഹാംഗീറും ലാഹോറിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത് ഷാജഹാനും ആണ്. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം, പഞ്ചാബിലെ പിഞ്ചോ പൂന്തോട്ടം, ലാഹോറിലെ നിഷാന്ത് ബാഗ് എന്നിവ നിർമ്മിച്ചത് ജഹാംഗീർ. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം അല്ലെങ്കിൽ ശ്രീനഗറിലെ ഷാലിമാർ പൂന്തോട്ടം, പഞ്ചാബിലെ പിഞ്ചോ പൂന്തോട്ടം, ലാഹോറിലെ നിഷാന്ത് ബാഗ് എന്നിവ പണികഴിപ്പിച്ചത് നിർമ്മിച്ചത് ആരാണ്? ജഹാംഗീർ. ഡൽഹിയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ജഹാംഗീർ. ഡൽഹിയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ആരാണ്? ജഹാംഗീർ. എന്നാൽ ആഗ്രയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ഷാജഹാൻ. ആഗ്രയിൽ മോത്തി മസ്ജിദ് പണികഴിപ്പിച്ചത് ആരാണ്? ഷാജഹാൻ. ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോർ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുഗൾ സാമ്രാജ്യത്തിലെ അടുത്ത 3 ഭരണാധികാരികളുമായിട്ട് മധ്യകാല ഇന്ത്യാ ചരിത്രം പാർട്ട് 5 നമുക്ക് വീണ്ടും കാണാം.